നമ്മൾ ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത് എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയാം. നമ്മുടെ ദളപതി വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി, മുതലമച്ചർ, ചീഫ് മിനിസ്റ്റർ ആയിരിക്കുകയാണ്. വിജയെ വില കുറച്ച് കാണേണ്ട ആളല്ല. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു നടനാണ്. വളരെ കാലങ്ങളായിട്ട് തമിഴ് സിനിമ നിൽക്കുകയാണ്. നമ്മുടെ മലയാളികളുടെ, കേരളം, ഇന്ത്യ മൊത്തം ഫാൻസുള്ള ഒരു അത്രയും ഒരു എന്താ പറയുക, ഒരു ക്രൗഡ് പുള്ളർ അല്ലെങ്കിൽ ഒരു കാർണിവൽ പോലെ സിനിമ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഉത്സവം പോലെ സിനിമ ആഘോഷിക്കുന്ന വിജയുടെ സിനിമകളാണ്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വന്നപ്പോൾ തന്നെ ഇയാൾ എന്തിനാണ് വരുന്നത്? ഇത്രയും കാലമുള്ള ദ്രാവിഡ സംസ്കാരം ഉള്ള തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് വർഷങ്ങൾ ഇത്ര 70-80 വർഷമൊക്കെ ഇല്ല, ഇത്രയും വർഷമുള്ള ദ്രാവിഡ സംസ്കാരം തമിഴ്നാട്ടിലെ ഒരു നടൻ വന്നിട്ട്, അതും ഈ സിനിമാ നടൻ വന്നിട്ട് അത് സിനിമ ഡയലോഗ് അടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ വളരെ വില കുറച്ച്, മലയാളികൾ ഉൾപ്പെടെ, മലയാളികൾ, മാധ്യമപ്രവർത്തകരും നമ്മൾ സാധാരണക്കാരൊക്കെ കണ്ടത് വിജയ് മാക്സിമം പോയാൽ ഒരു പ്രതിപക്ഷത്തൊക്കെ ഇരിക്കായിരിക്കും, വിജയിക്കും എന്നൊരു കാരണം അത്രയും ഉറച്ച ഒരു അടിത്തറയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥലമാണ് തമിഴ്നാട്. അത് മാത്രമല്ല, തമിഴ്നാട്ടിലെ പഴയ രാഷ്ട്രീയ വിജയെ പറയുമ്പോൾ വിജയെക്കാളും വലിയ ആളായിരുന്നു രജനീകാന്തും കമൽഹാസനും ഒക്കെ. ഇവരൊക്കെ, രജനീകാന്ത് അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് കാരണം അവസാനം രാഷ്ട്രീയത്തിൽ പിന്മാറി. കമൽഹാസൻ അദ്ദേഹത്തിൻ്റെ അറിയാം രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ, അത് അവസാനം എങ്ങും എത്താതായി. പിന്നെ DMKയുടെ MP ഒക്കെ ആയിട്ട് രാജ്യസഭയിൽ പോയിരിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ സ്ഥലത്ത് വിജയ് ഇവരുൾപ്പെടെ വിജയെ വളരെ കുറച്ചാണ് കണ്ടത്. കാരണം ഇങ്ങനെ എന്ത് ചെയ്യാനാണ്, ചുമ്മാ അതും കാരണം PR വെച്ച് ആൾക്കാരെ കൂട്ടുന്നു, അല്ലെങ്കിൽ വെറും ആക്ടിങ് ആണ് ഇതെല്ലാം. എന്താ പറയുക, അയാൾക്കൊരു രാഷ്ട്രീയ പാരമ്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വിജയെ രാഷ്ട്രീയത്തിൽ തോറ്റുപോകും എന്നായിരുന്നു എല്ലാവരും പറഞ്ഞു. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് 2 വർഷമുള്ള പാർട്ടിയെ ചരിത്ര വിജയം നേടിക്കൊടുത്ത് സ്വന്തം ഫാൻസിനെ വരെ അവർ പോലും അറിയാതെ രാഷ്ട്രീയക്കാരാക്കി മാറ്റിയ വിജയുടെ തന്ത്രം ഒറ്റക്കാരിക്കില്ല അദ്ദേഹം ചെയ്തത്. പക്ഷേ അദ്ദേഹം ചെയ്യാനുള്ള വില്ലിങ്നെസ്, ഒരു താല്പര്യം ഉണ്ടായിട്ടാണല്ലോ. എനിക്ക് രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ ആദ്യം എനിക്ക് ആഗ്രഹം ഉണ്ടാകണമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി 100-200 കോടിയൊക്കെ വാങ്ങിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വിജയിച്ച ഒരാൾ ഇതിനകത്ത് കയറി ഒരു അഴിമതി, കറപ്ഷനൊക്കെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കോമൺ സെൻസ് വെച്ച് തോന്നില്ല. മനുഷ്യന്മാർ ഭാവി മാറില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും വിജയുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പറയാം, പെട്ടെന്നുള്ള വിജയമായതുകൊണ്ട് വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പാർട്ടി നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ വർഷങ്ങളായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ വന്ന് ഇവിടുത്തെ എത്തുകയാണ്. അത്രയും കാത്തിരിപ്പുണ്ട് അവർക്കൊക്കെ. വിജയ് പക്ഷേ ഇറങ്ങി ലാൻഡ് ചെയ്തു, 2 വർഷം പ്ലാൻ ചെയ്തു, കൃത്യമായ പാർട്ടിയെ വിജയിപ്പിച്ചെടുത്തു. എന്തൊക്കെ പ്ലാനാണ്, PR ആണെന്ന് പറഞ്ഞാൽ പോലും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് ഈ മൊബൈലൊക്കെ നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്യുമ്പോഴത്തേന് അതിലൂടെ അല്ലേ ഇതൊക്കെ നമുക്ക് അറിയണ്ടല്ല. അത് നോട്ടീസ് ഒട്ടിക്കുകയോ ഫ്ലക്സ് ഒട്ടിക്കുകയോ അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി. അതൊന്നും വേണമെന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ 24 hours തുറന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു സമയം യൂസ് ചെയ്യുന്ന മൊബൈലാണ്. വീട്ടിലെ ആൾക്കാരെക്കാളും കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന മൊബൈലിൽ കൂടെയാണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ റീലുകളും സോഷ്യൽ മീഡിയ കൂടെയുള്ള പ്രൊമോഷൻസും ഒക്കെ കണ്ടിട്ട് ആളുകൾക്ക് എന്തെങ്കിലും മാറ്റം വന്നതിൽ അതിശയം പറയാനില്ല. അത് വിജയുടെ, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏജൻസി, അദ്ദേഹം കണ്ടുപിടിച്ച ആളുകളുടെ ഒരു സ്കില്ലാണ്. പക്ഷേ അതിന് വിജയ് വെറൊരു സാധാരണക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം പഴയ വിജയുടെ ഇൻട്രോവേഴ്സ് ഉണ്ട്. അപ്പോൾ വിജയ് സംസാരിക്കാറില്ല, ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇഷ്ടമുള്ള ഫുഡ് ചോദിക്കുന്നത് പറയും, എനിക്ക് ബിരിയാണി പിടിക്കും എന്നൊക്കെ വളരെ സോഫ്റ്റായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സംസാരിക്കിട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു TV-യുടെ പ്രചാരണ സമയങ്ങളൊക്കെ പ്രസംഗങ്ങളൊക്കെ കത്തിപ്പടരാണ്. ആൾക്കാരൊക്കെ സിനിമ കാണുന്നുണ്ട്. അതിനേക്കാളിലും ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ. അതായത് സത്യപ്രതിജ്ഞയ്ക്ക് സാധാരണ നോക്കി വായിക്കുന്ന, പക്ഷേ വിജയെപ്പോലെ സിനിമ നടന്ന ഡയലോഗുകൾ കാണാൻ പഠിക്കുന്ന ഒരാൾക്ക് നോക്കി വായിക്കേണ്ട ആവശ്യം. അദ്ദേഹം സത്യപ്രതിജ്ഞയുടെ ആദ്യത്തെ 4-5 വാചകങ്ങൾ നേരെ ക്യാമറയ്ക്ക് മുന്നേ നോക്കി സിനിമാ സ്റ്റൈലിൽ ജോസഫ് വിജയ് എന്ന് പറഞ്ഞാൽ ഒക്കില്ല. അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പഞ്ച്, ഇത് ഹിസ്റ്ററി ആദ്യമായിട്ടാണ്. പിന്നെ അതിനുശേഷം സ്റ്റാലിനെ വീട്ടിൽ പോയി കാണുന്നു, അദ്ദേഹത്തിൻ്റെ ഉദയനിധി സ്റ്റാലിനെ പോയി കാണുന്നു. വേറൊരു തരം കൾച്ചർ അദ്ദേഹം കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് പറഞ്ഞു വന്ന് ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒന്നും എത്തില്ല എന്നൊക്കെ വളരെ സീനിയർ ആയതും നമ്മളെ തഴമ്പോൾ ആളുകളൊക്കെ കളിയാക്കിയിട്ട് അവസാനം എത്തി നിൽക്കുന്നത് കണ്ടില്ലേ. അതുകൊണ്ടാണ് നമുക്ക് ആരെയും വില കുറച്ച് കാണരുത്. എന്തായാലും ഭയങ്കര അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ മിസ് ചെയ്യും. ഞാനൊരു വിജയ് ഫാൻ തന്നെയാണ്. എനിക്ക് ആദ്യം തുള്ളാത്ത മന്നും തുള്ളുന്ന സിനിമയെ കൂടാണ് നമ്മൾ അദ്ദേഹം കൂടുതലും നോട്ട് ചെയ്ത്. പിന്നെ സ്കൂളിലല്ല, +2+1 സമയത്തൊക്കെ നമ്മൾ ഷാജഹാൻ, ഖുഷി ഒക്കെ ആ സമയത്ത് ഇറങ്ങിയ സിനിമകൾ, അതൊക്കെ വളരെ രസി. അങ്ങനെയൊക്കെയാണ് വിജയുടെ നമ്മളൊരു കുഞ്ചാക്കോ സ്റ്റൈലിൽ കുറച്ച് ഡാൻസൊക്കെ അറിയാവുന്ന ഒരു കുഞ്ചാക്കോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി. പിന്നീട് തിരുമല സിനിമ മുതൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ മാറും, മീശയൊക്കെ ട്രിം അടിച്ച്, പിന്നെ ഒരു സ്റ്റൈൽ മാസും. അതൊക്കെ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, രജനീകാന്ത് പറഞ്ഞ സ്റ്റൈൽ മന്നനെ കോപ്പി ചെയ്ത ആളുകളാണ് തമിഴ് സിനിമ കൂടുതലും. വിജയ് കോപ്പി എന്നല്ല, സ്റ്റൈല്, അതായത് സ്വന്തമായിട്ടൊരു സ്റ്റൈൽ ഉണ്ടാക്കുക എന്നൊരു കൺസെപ്റ്റ് കൂടുതലും കൊണ്ടുവന്ന് രജനീകാന്താണ്. നമുക്കറിയാം ഇപ്പോഴും സ്റ്റൈൽ മാനിനപ്പുറത്തേക്ക് ഒരു സ്റ്റൈൽ കാണിക്കാനല്ലോ. പക്ഷെ വിജയ് എന്ന് പറയുന്ന ഒരു ആളുകളിലെ ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാനും ഡാൻസ്, അതുപോലെ ഡാൻസ് കളിക്കുന്ന ഇന്ത്യയിൽ എനിക്കൊന്ന് ഹൃതിക് റോഷനും ഇദ്ദേഹമാണ്
മുൻനിര നായകന്മാരിൽ ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നതെന്നാണ് എൻ്റെ തോന്നുന്നു. വേറെ ആരും അല്ലു അർജുൻ കളിക്കാറുണ്ട്, നല്ലോണം കളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആ കാലിലേക്ക് എത്താനുള്ള പുതിയ ജനറേഷൻ എല്ലാ സ്കില്ലും ഉള്ള നമ്മളൊരാളായിട്ടുള്ള നമ്മുടെ അണ്ണൻ, നമ്മുടെ കൂട്ടുകാരൻ എന്നൊക്കെ രീതിയൊക്കെ വന്ന് അദ്ദേഹം ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് പോക്കിരി മുതലാണ് കേരളത്തിൽ കത്തിക്കയറുന്നത്. പോക്കിരിക്കാണ് കേരളത്തിൽ ആദ്യമായിട്ട് വിജയ് വരുന്നത് തോന്നുന്നു. കാരണം തിരുവനന്തപുരത്ത് പോക്കിരി ശ്രീ വിശാഖ് തിയേറ്ററിലോ ശ്രീകുമാർ തിയേറ്ററിൽ അവിടെ 100 ദിവസം ഒന്ന് ഓടിയപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു. എന്താ സാറേ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് വിജയ് മലയാളികളുടെ ഉള്ളിലേക്ക് കയറി. പിന്നെ പടിപടി ഓരോ സിനിമകളും ഹിറ്റായി. പിന്നെ സിനിമകൾ ഉത്സവമാകാനുള്ളൂ. പിന്നെ വിജയ് ബ്രാൻഡായി. വിജയുടെ സിനിമയ്ക്കകത്ത് ഒന്ന് നമുക്ക് രക്ഷ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും നമ്മൾ കാണാൻ പോയിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്റ്റണ്ടും ഡാൻസും ആകെ ഒരു ഉത്സവപ്പുറമേ പോയി നിൽക്കുന്ന ഫീലാണ്. അങ്ങനെ അദ്ദേഹം ഇവിടെ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെങ്കിൽ തമിഴ്നാട്ടിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കി കാണും. അങ്ങനെയുള്ള അദ്ദേഹത്തെ വെറുതെ വില കുറച്ച് രാഷ്ട്രീയത്തിൽ വന്നാൽ ഇദ്ദേഹം ഒന്നും ഉണ്ടാകില്ല, അതൊറ്റ പുന്നം പാടെന്ന് പറഞ്ഞവർക്കൊക്കെയുള്ള അടിയാണ് മുതലമച്ചർ സി ജോസഫ് വിജയ്. എന്തായാലും സന്തോഷമുണ്ട്. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഉദയനിധി സ്റ്റാലിനാണ്. എന്താണ് സംഭവിക്കുകയെന്ന് അറിയത്തില്ല. കാരണം അതൊരു സിനിമ, ഇപ്പം വിജയെ നമ്മൾ സിനിമയെ മിസ് ചെയ്താലും ഇപ്പോഴും ചാനലിലും യൂട്യൂബിലൊക്കെ എടുത്ത ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മാത്രം മറ്റേ മന്ത്രിസഭയിൽ ആദ്യം പ്രസംഗിച്ചു, ഇന്നടത്ത് ഇങ്ങനെ കുറച്ചു കാലം എന്തായാലും ഒരു സിനിമ പോലെ നമുക്ക് അദ്ദേഹത്തിനെ ഓൺലൈനിൽ ഇപ്പോഴും കാണാൻ പറ്റും. വിജയെ നമുക്ക് മിസ് ചെയ്യില്ല. പക്ഷേ വിജയെ കുറച്ച് കണ്ടവർക്ക്, അയാളെ ആദ്യം മുതലേ കുറച്ച് കണ്ടവർക്ക് ഉള്ള ഒരു ഭയങ്കരമായ ഒരു ഉത്തരവാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. സാധാരണ ഒരു സിനിമ നടന്ന് സൂപ്പർ സ്റ്റാർ എന്ന് ഒരു നാടിൻ്റെ മുഖ്യമന്ത്രിയായി. ഇനി പ്രധാനമന്ത്രിയാവുമെന്നും അറിയത്തില്ലല്ലോ, പറയാൻ പറ്റില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ശ്രമിച്ചെങ്കിലോ. കാലം തെളിയിക്കട്ടെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് എല്ലാവിധ ആശംസകളും. ഒരു കാലത്ത് തിയേറ്ററിൽ കണ്ട വിജയം നമുക്കിപ്പം മന്ത്രിസഭയെ കാണാം. ആ ഡയലോഗുകൾ റിയൽ ലൈഫിൽ അദ്ദേഹം ഒരു എക്സാമ്പിളാക്കി, എന്താ പറയുക, ആൾക്കാർക്കൊരു മാതൃകയാകട്ടെ എന്ന് കരുതാം. ഓക്കെ, വീണ്ടും കാണാം.